നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസ് തുടരുകയാണ്. തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള മനോഹരമായ കാഴ്ചകളും ചരിത്രവഴികളും നമ്മൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ എത്തിനിൽക്കുന്നത് പോരാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും തിറയാട്ടങ്ങളുടെയും തെയ്യങ്ങളുടെയും നാടായ കണ്ണൂർ ജില്ലയിലേക്കാണ്. വീരവനിതയായ അരിക്കത്തായിയും തീയരുടെയും തെയ്യത്തിന്റെയും മിടിപ്പുള്ള മണ്ണും ഒപ്പം കൈത്തറിയുടെയും ഫുട്ബോളിന്റെയും ആവേശവും ഒന്നിക്കുന്ന കണ്ണൂരിന്റെ ചരിത്രവും സംസ്കാരവും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. വീഡിയോ പൂർണ്ണമായി കാണുക, ഒപ്പം അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി ചർച്ചയിൽ പങ്കെടുക്കൂ. 1. ചോദ്യം: കേരളത്തിൽ കണ്ണൂർ ജില്ല രൂപീകൃതമായത് എന്നാണ്? ഉത്തരം: 1957 ജനുവരി 1. കോഴിക്കോട് ജില്ല വിഭജിച്ചാണ് കണ്ണൂർ ജില്ല രൂപീകരിക്കുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പ്രധാന ജില്ലകളിൽ ഒന്നാണിത്. 2. ചോദ്യം: കണ്ണൂർ ജില്ലയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം: കണ്ണൂർ. ഈ ജില്ലയുടെ ഭരണപരമായ സ്ഥിരാകേന്ദ്രം കണ്ണൂർ നഗരമാണ്. 3. ചോദ്യം: തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം: കണ്ണൂർ. വടക്കൻ. കേരളത്തിന്റെ തനത് അനുഷ്ഠാന കലയായ തെയ്യങ്ങൾ ഏറ്റവും കൂടുതൽ അരങ്ങേറുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 4. ചോദ്യം: കണ്ണൂർ ജില്ലയുടെ അതിർത്തികൾ ഏതൊക്കെയാണ്? ഉത്തരം: വടക്ക് കാസർകോട്, തെക്ക് കോഴിക്കോട്, കിഴക്ക് വയനാട് ജില്ലകളും കർണാടകയിലെ കുടക് ജില്ലയും പടിഞ്ഞാറ് അറബിക്കടലും. പ്രകൃതിരമണീയമായ മലനിരകളും കടൽത്തീരവും അതിരിടുന്ന ഭൂപ്രകൃതിയാണ് കണ്ണൂരിന്റേത്. 5. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നായ കണ്ണൂർ മുനിസിപ്പാലിറ്റി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം: 1866. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ രൂപീകൃതമായ ഏറ്റവും പഴയ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണിത്. 6. ചോദ്യം: കണ്ണൂർ ജില്ലയുടെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം: വേഴാമ്പൽ, ഹോൺബിൽ. പശ്ചിമഘട്ട വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന കണ്ണൂരിന്റെ ജൈവവൈവിധ്യത്തിന്റെ പ്രതീകമാണിത്. 7. ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ഗ്രാമങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം: കണ്ണൂർ. കൈത്തറിയുടെ നാട് എന്നും കണ്ണൂർ അറിയപ്പെടുന്നു. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ വ്യവസായത്തെ ആശ്രയിച്ചു കഴിയുന്നു. 8. ചോദ്യം: കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ സെന്റ് ആഞ്ചലോ കോട്ട, സെയിന്റ് ആഞ്ചലോ ഫോർട്ട് പണി കഴിപ്പിച്ചതാരാണ്? ഉത്തരം: പോർച്ചുഗീസുകാർ. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. 9. ചോദ്യം: അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂരിലെ ഏത് ബീച്ചാണ് സൂര്യാസ്തമയത്തിന് പേരുകേട്ടത്? ഉത്തരം: പയ്യാമ്പലം ബീച്ച്. കേരളത്തിലെ പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നായ ഇവിടെ നിരവധി സാംസ്കാരിക നായകരുടെ സ്മാരകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. 10. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൈതൽമല സ്ഥിതി ചെയ്യുന്നത് ഏതു താലൂക്കിലാണ്? ഉത്തരം: തളിപ്പറമ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4500 ഫുട്ട് ഉയരത്തിലുള്ള ഇവിടം ട്രെക്കിങ്ങിന് ഏറെ പ്രശസ്തമാണ്. 11. ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി സാക്ഷരതാ നിരപ്പുള്ള ജില്ലകളിൽ മുൻനിരയിലുള്ള കണ്ണൂരിന്റെ സാക്ഷരതാ ശതമാനം ഏകദേശം എത്രയാണ്? ഉത്തരം: 95% മുകളിൽ. വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക രംഗത്തും കണ്ണൂർ എപ്പോഴും മുൻപന്തിയിലാണ്. 12. ചോദ്യം: മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ സുഖവാസകേന്ദ്രം ഏതാണ്? ഉത്തരം: പാൽച്ചുരം. വയനാട് കണ്ണൂർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മനോഹരമായ ചുരവും കാലാവസ്ഥയും കൊണ്ട് ശ്രദ്ധേയമാണ്. 13. ചോദ്യം: കണ്ണൂർ ജില്ലയിലൂടെ കടന്നുപോകുന്ന പ്രധാന ദേശീയപാത ഏതാണ്? ഉത്തരം: NH 66. ഇത് വടക്ക് കാസർകോട് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ നീളുന്നു. 14. ചോദ്യം: കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പാതിരാമണൽ പോലെയുള്ള കായൽ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ണൂരിലുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം: വളപട്ടണം കായൽ. വളപട്ടണം പുഴയുടെ തീരങ്ങൾ കേരളത്തിലെ തടിയുടെ വ്യവസായത്തിന് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ്. 15. ചോദ്യം: ഉത്തരകേരളത്തിന്റെ പ്രശസ്തമായ തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരവും വലുതുമായ തെയ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഉത്തരം: മുത്തപ്പൻ തെയ്യം. കണ്ണൂരിലെ പറശ്ശിനിക്കടവ്, മുത്തപ്പൻ, മടപ്പുര ലോകപ്രശസ്തമാണ്. 16. ചോദ്യം: പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം: വളപട്ടണം പുഴ. ഈ പുഴയുടെ തീരത്തുള്ള മടപ്പുരയിലേക്ക് ജാതിമത ഭേദമന്യേ ആളുകൾ എത്തുന്നു. 17. ചോദ്യം: കേരളത്തിൽ ആദ്യമായി കായിക രംഗത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ കണ്ണൂർ അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണം എന്താണ്? ഉത്തരം: ഫുട്ബോളിന്റെ നാട്. ക്രിക്കറ്റിനേക്കാൾ ഫുട്ബോളിന് വൻ ആരാധകവൃന്ദമുള്ള കേരളത്തിലെ പ്രധാന ജില്ലയാണിത്. 18. ചോദ്യം: ഏഷ്യയിലെ ഏറ്റവും വലിയ തടിമില്ലുകളിൽ ഒന്നായിരുന്ന വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: വളപട്ടണം, കണ്ണൂർ. ഇത് ഈ പ്രദേശത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. 19. ചോദ്യം: കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഏത് കാര്യത്തിനാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ഉത്തരം: ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും കേക്ക് നിർമ്മാണത്തിന്റെയും ജന്മസ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റും സർക്കസും പിറവിയെടുത്തത് തലശ്ശേരിയിലാണ്.
20 ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം തലശ്ശേരി ബീക്കോൺ ബംഗ്ലാവ് മൈതാനം. വെല്ലസ്ലി പ്രഭുവിന്റെ കാലത്താണ് ഇവിടെ ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. 21 ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയായ കേളൻ സർക്കസ് ആരംഭിച്ചതാര്? ഉത്തരം എം. കുഞ്ഞിക്കണ്ണൻ, കീലേരി കുഞ്ഞിക്കണ്ണൻ. ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ്. 22 ചോദ്യം തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 0.1708 വില്യം ആഡംസിന്റെ നേതൃത്വത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. 23 ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ദീപസ്തംഭങ്ങളിൽ ഒന്നായ തലശ്ശേരിയിലെ ലൈറ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തലശ്ശേരി കടപ്പുറത്ത്. ചരിത്രപ്രസിദ്ധമായ ഈ ലൈറ്റ് ഹൌസ് നാവികർക്ക് ഇന്നും വലിയൊരു വഴികാട്ടിയാണ്. 24 ചോദ്യം പ്രശസ്തമായ മാപ്പിള കലാരൂപമായ ഒപ്പനായും ദഫ്മുട്ടും ഏറ്റവുമധികം സജീവമായുള്ള കണ്ണൂരിലെ പ്രദേശം ഏതാണ്? ഉത്തരം തലശ്ശേരിയും അതിനോടനുബന്ധിച്ചുള്ള തീരദേശങ്ങളും. മുസ്ലിം മാപ്പിള സംസ്കാരത്തിന്റെ തനിമ നിലനിൽക്കുന്ന ഇടമാണിത്. 25 ചോദ്യം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഉത്തരം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, മട്ടന്നൂർ. മട്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ എയർപോർട്ട് മലബാറിന്റെ വികസനത്തിൽ വലിയ പങ്കുവയ്ക്കുന്നു. 26 ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നായ കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2015. നഗരവൽക്കരണത്തിന്റെ വേഗതയോടൊപ്പം കണ്ണൂർ കോർപ്പറേഷനായി ഉയർത്തപ്പെട്ടു. 27 ചോദ്യം കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, അറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1984. നിരവധി വന്യജീവികളും ഔഷധസസ്യങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ആറളം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 28 ചോദ്യം കേരളത്തിലെ കാട്ടുജാതികളിൽ ഒന്നായ പണിയ, കാടർ തുടങ്ങിയ വിഭാഗങ്ങൾ വസിക്കുന്ന കണ്ണൂരിലെ പ്രധാന മലയോര മേഖല ഏതാണ്? ഉത്തരം ആറളം ഫാം മേഖലയും പേരാവൂർ ഭാഗങ്ങളും. ആദിവാസി പുനരധിവാസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഇടമാണിത്. 29 ചോദ്യം കണ്ണൂരിലെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന വർഷം ഏതാണ്? ഉത്തരം 1994 നവംബർ 25. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. 30 ചോദ്യം കണ്ണൂർ ജില്ലയുടെ കരളാത് എന്ന വിശേഷണമുള്ള പ്രശസ്തമായ രാഷ്ട്രീയ ചരിത്രമുള്ള പ്രദേശം ഏതാണ്? ഉത്തരം പിണറായി. കണ്ണൂർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഗ്രാമമാണിത്. 31 ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. ഇവിടെയുള്ള ഹാൻഡ്ലൂംസ് ഉൽപ്പന്നങ്ങൾ ലോകപ്രശസ്തമാണ്. 32 ചോദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഏതു വർഷമാണ്? ഉത്തരം 1996. ഉത്തരകേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ ക്യാമ്പസുകളിലായി പ്രവർത്തിക്കുന്ന പ്രധാന സർവകലാശാലയാണിത്. 33 ചോദ്യം പ്രശസ്തമായ മാടായിപ്പാറ ഏത് ബ്ലോക്ക് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പഴയങ്ങാടി, മാടായി. ജൈവവൈവിധ്യ സമ്പുഷ്ടമായ ഇവിടം അപൂർവയിനം സസ്യമായ കാട്ടുചേമ്പ് ഉൾപ്പെടെയുള്ളവയ്ക്ക് പേരുകേട്ടതാണ്. 34 ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെയ്യക്കാവുകൾ ഉള്ള പ്രദേശം ഏതാണ്? ഉത്തരം കണ്ണൂർ. ഓരോ ഗ്രാമത്തിലും അനേകം കാവുകളും അവിടെ വാർഷികോത്സവങ്ങളും നടക്കുന്നു. 35 ചോദ്യം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഉത്തരം മാടായിപ്പള്ളി. മാലിക് ഇബ്നു ദിനാറിന്റെ അനുയായികൾ നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴയ പള്ളികളിൽ ഒന്നാണിത്. 36 ചോദ്യം കണ്ണൂരിലെ കണ്ണൂർ കണ്ടെയ്നർ കോർപ്പറേഷൻ പദ്ധതി ആസൂത്രണം ചെയ്ത പ്രധാന തുറമുഖം ഏതാണ്? ഉത്തരം അഴീക്കൽ തുറമുഖം. കണ്ണൂരിന്റെ സമുദ്രവ്യാപാര വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തുറമുഖം. 37 ചോദ്യം കേരളത്തിൽ ആദ്യമായി ബീഡി കമ്പനി തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച കണ്ണൂരിലെ നഗരം ഏതാണ്? ഉത്തരം കണ്ണൂർ നഗരവും തലശ്ശേരിയും. കണ്ണൂരിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ബീഡി തൊഴിലാളികളുടെ പങ്ക് വലുതാണ്. 38 ചോദ്യം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദ്വീപ് സമൂഹമാണ് ധർമ്മടം തുരുത്ത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തലശ്ശേരിക്കടുത്ത് ധർമ്മടത്ത്. കടലിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന ഈ ജനവാസരഹിതമായ ദ്വീപ് പ്രകൃതിഭംഗിക്ക് പേരുകേട്ടതാണ്. 39 ചോദ്യം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായ ഇ.കെ. നായനാരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി. രാഷ്ട്രീയ കേരളത്തിന് നിരവധി പ്രമുഖരെ സംഭാവന ചെയ്ത മണ്ണാണ് കല്യാശ്ശേരി. 40 ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരനും കവിയുമായ സുകുമാർ അഴീക്കോടിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം അഴീക്കോട്, കണ്ണൂർ. മലയാള സാഹിത്യലോകത്തെ ജ്വലിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 41 ചോദ്യം കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മൂഷകവംശം ഭരിച്ചിരുന്ന രാജധാനി എവിടെയായിരുന്നു? ഉത്തരം എഴിമല.
പഴയകാലത്ത് മൂഷികരാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ഈ പ്രദേശം. 42 ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 286 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന എഴിമല ചരിത്രപരമായി എന്തിനാണ് പ്രശസ്തമായത്? ഉത്തരം: ഇന്ത്യൻ നേവൽ അക്കാദമി (IN എഷിമാല). ഏഷ്യയിലെ ഏറ്റവും വലിയ നാവൽ അക്കാദമികളിൽ ഒന്നായ ഇത് കണ്ണൂർ ജില്ലയിലെ രാമന്തളിയിലാണ് സ്ഥിതിചെയ്യുന്നത്. 43 ചോദ്യം. കേരളത്തിലെ പ്രശസ്തമായ പനങ്കാവ് ഭഗവതി ക്ഷേത്രവും അനുബന്ധ ഉത്സവങ്ങളും നടക്കുന്ന കണ്ണൂരിലെ സ്ഥലം ഏതാണ്? ഉത്തരം: പയ്യന്നൂർ. ജ്യോതിശാസ്ത്രപരമായും ഗണിതശാസ്ത്രപരമായും പ്രാധാന്യമുള്ള പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെയാണ്. 44 ചോദ്യം. പ്രശസ്ത നോവലിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകനുമായ S.K. പൊറ്റേക്കാട്ട് തന്റെ സാഹിത്യജീവിതത്തിൽ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ണൂരിലെ പ്രദേശം ഏതാണ്? ഉത്തരം: തലശ്ശേരി. തലശ്ശേരിയുടെ സംസ്കാരവും മനുഷ്യരും അദ്ദേഹത്തിന്റെ പല രചനകളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. 45 ചോദ്യം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം: ശ്രീനാരായണഗുരു. 0.1908 ജാതിഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകിക്കൊണ്ടാണ് ഗുരു ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. 46 ചോദ്യം. കേരളത്തിൽ പടയോട്ടങ്ങളുടെയും വടക്കൻപാട്ടുകളുടെയും പശ്ചാത്തലമായ പുതുപ്പണം പോലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം: കടത്തനാട്. നിലവിലെ വടകര താലൂക്കിന്റെയും കണ്ണൂരിന്റെയും അതിർത്തി പ്രദേശം. ചേകവന്മാരുടെ വീരകഥകൾ ഉറങ്ങുന്ന മണ്ണാണിത്. 47 ചോദ്യം. കണ്ണൂർ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായ തെയ്യം സീസൺ ആരംഭിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ഉത്തരം: തുലാം മാസം. തുലാം മാസം മുതൽ ഇടവം മാസം വരെയാണ് കണ്ണൂരിൽ തെയ്യക്കാലം സജീവമാകുന്നത്. 48 ചോദ്യം. കണ്ണൂർ ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തനതായ ഒരു ഹാൻഡ്ലൂം ഉൽപ്പന്നത്തിന് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്? ഉത്തരം: കണ്ണൂർ ഹാൻഡ്ലൂംസ്, കണ്ണൂർ ഹോം ഫർണിഷിംഗ്സ്. ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്ന മികച്ച തരം തുണിത്തരങ്ങളാണിത്. 49 ചോദ്യം. പ്രശസ്തമായ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഏത് ജീവികളുടെ സംരക്ഷണത്തിനാണ് പേരുകേട്ടത്? ഉത്തരം: പാമ്പുകൾ, വന്യജീവികൾ. പാമ്പുകളെക്കുറിച്ച് പഠിക്കാനും കാണാനും നിരവധി സഞ്ചാരികൾ ഇവിടെയെത്തുന്നു. 50 ചോദ്യം. ഓഡിയൻസിനുള്ള ചോദ്യം. നമ്മുടെ കേരളത്തിലെ ഏത് കോട്ടയാണ് ബ്രിട്ടീഷുകാർ 1708 തലശ്ശേരിയിൽ നിർമ്മിച്ചത്? ഉത്തരമറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിൽ കണ്ണൂർ ജില്ലയുടെ വിശേഷങ്ങൾ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. തെയ്യങ്ങളുടെ ഈ പെരുമയും തലശ്ശേരിയുടെ ചരിത്രവും കൈത്തറിയുടെ മനോഹാരിതയും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ജില്ലയുമായി നമുക്ക് വീണ്ടും കാണാം.